ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതും ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ് യൂട്യൂബിൽ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല ചോദിക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു ഏത് ട്രൈപോഡാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏത് ട്രൈപോഡ് ഏതിന് യൂസ് ചെയ്യണം, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ തന്നെ ഇങ്ങനെ മെല്ലെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, അതിലൂടെ മനസ്സിലാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. അപ്പം ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഈ കാണുന്ന ഒരു ട്രൈപോഡാണ് കേട്ടോ. ഇതൊരു ട്രൈപോഡ്, പിന്നെ അതും ഒരു ട്രൈപോഡ്, പിന്നെ അത് മൈക്ക്, ഇനിയൊരു മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ്, ഒരു ഗിംബല്, ഇതൊരു പെൻ ഡ്രൈവ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം പഴയ ട്രൈപോഡാണ്, ഒരുപാട് പഴയതല്ല, എന്നാലും ഒരു 2 വർഷം, എനിക്ക് തോന്നുന്നു ഇത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉള്ളതാണ് ആണെന്ന് തോന്നുന്നു. അല്ല, ആദ്യം ഒരു യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ വേറൊരു ട്രൈപോഡായിരുന്നു. അത് പക്ഷേ ഒട്ടും ക്വാളിറ്റി കൊള്ളില്ല, പെട്ടെന്ന് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കുന്നത്. ഇതാകുമ്പം എനിക്ക് യൂസ്ഫുൾ ആണ്, ജിജോട്ടിന് യൂസ്ഫുൾ ആണ്. കാരണം ജിജോട്ടൻ പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്രൈപോഡ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇതിന്റെ ബ്രാൻഡിന്റെ നെയിം സീവോ എന്നാണ്. സീവോ WT3130 ട്രൈപോഡ് എന്നാണ് കേട്ടോ. ഇത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള സംഭവമാണ്, നല്ല സ്റ്റേബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ സംഭവം. ഇതിന്റെ ഈ ഒരു ഹെഡില്ലേ, ഇത് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചിട്ടതാണ്. എനിക്ക് തോന്നുന്നത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങാണ്ട് പൊട്ടിപ്പോയത്. ഇവിടെ അങ്ങാണ്ട് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ പിന്നീട് എവിടെ നിന്ന് വാങ്ങിച്ചിട്ടതാണ്. പക്ഷേ ഈ മേടിച്ചിട്ടേക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അല്ലാതെ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് ആയാലും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മൾ ഈ ഫാമിലി വ്ളോഗ്സ് ഒക്കെ എടുക്കത്തില്ലേ, നമ്മൾ നിന്നുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ഇല്ലേ, കുക്കിംഗ് അല്ല. ഞാൻ കുക്കിങ്ങിന് ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്കിത് കുക്കിങ്ങിന് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇത് ബെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങിന് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ 3 പേര് ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോസ് ആവട്ടെ, റീൽസ്, ഇതിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ജിജോട്ടൻ പാട്ട് പാടാനൊക്കെ യൂസ് ചെയ്യും. പുള്ളിക്ക് നിന്നുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ തല ഇങ്ങനെ ഹെഡ് അത്ര ബെൻഡ് ആവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ ബാക്കിയുള്ള വീഡിയോസിനൊക്കെ എടുക്കാറുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇപ്പം കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 929 ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ കോയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കുറഞ്ഞ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫ്ലിപ്കാർട്ടിൽ 929 ആണ്. അന്ന് മേടിക്കുന്ന സമയത്ത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ ആയില്ലേ മേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ ഇതൊരു ട്രൈപോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഓവർ ഹെഡ് ട്രൈപോഡാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത് ബ്രാൻഡ് വന്നിട്ട് ബ്രോലാവിയ ആണ്. ബ്രോലാവിയ ഓവർ ഹെഡ് വീഡിയോ ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് ഫോൺ ഹോൾഡർ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത്രയും സ്ട്രെച്ച് ആവും. ഇത്രയും സ്ട്രെച്ച് ആവും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഇതെനിക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഇല്ലേ, അതിന് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആണ് കുക്കിംഗ് വീഡിയോസിനൊക്കെ. ബിക്കോസ് ഇത് ഓവർ ഹെഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് മേലെ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ടോപ്പിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ, ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് നല്ല യൂസ്ഫുൾ ആണ് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ അതേപോലെ ആർട്ടിസ്റ്റ് ഒക്കെ ഇല്ലേ, ഡ്രോ ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആണ്. ഒട്ടും തിങ്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കൂട്ടാം. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയാണല്ലോ വരേണ്ടത്. അതായത് ഞാനിവിടെയാണ് കൂടുതൽ ഈ ഒരു സ്റ്റൗ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരത്തക്ക രീതിയിലാണ് ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യും ഇവിടുത്തത്. അതല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാനിത് തുറക്കും. ഇത് തുറക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇത് യൂസ് ചെയ്യാത്തൊരു കബോർഡാണെന്നുണ്ടെങ്കിൽ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്കിത് വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഊരിയിട്ടാണ് ഫിക്സ് ചെയ്യാറ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ സംഭവം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു ചിരവയൊക്കെ ഇല്ലേ,
തേങ്ങ തിരുമുന്നത് അതിൻ്റെ സംഭവം പോലാണ് കേട്ടോ ഇത്. ഇങ്ങനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് മൊബൈൽ ഫിക്സ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഏത് ഹൈറ്റിലേക്കും കൊണ്ടുപോകാം. ഈ ഒരു ഹൈറ്റിലേക്കും കൊണ്ടുപോകാം, അതല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് ഇത്രയും വരെ എങ്ങനെ വേണമെങ്കിലും എത്തിക്കാം. കണ്ടില്ലേ, ഇത്രയും ബെൻഡാവും. ബിക്കോസ് ഇവിടെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇത് നമുക്ക് ബെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ മൊബൈൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് വീഴില്ല. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതാ കണ്ടോ, അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതായിപ്പോൾ മൊബൈൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും വെക്കാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയാലും വെക്കാൻ പറ്റും. ഏത് ആംഗിളിൽ വേണമെങ്കിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും കുക്കിങ്ങിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതേപോലെ തന്നെ തിരിക്കുകയും ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഏത് ലൈക്ക് എങ്ങോട്ട് വേണമെങ്കിലും, റൈറ്റ് ലെഫ്റ്റ് തിരിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ആവും. ഇവിടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ടൈറ്റ് ആക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നോ അതേ ആംഗിളിൽ നിന്നോളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണം തിരിച്ചതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ആക്കി വെച്ചാൽ മാത്രം മതി. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് തിരിക്കണം. അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ഉണ്ട് അവിടുത്തെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും എടുക്കാം. കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇത് മൊബൈൽ സൈസിന് മാത്രമായിട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 899 ആണ്. പിന്നെ ഇതല്ലാണ്ട് ഇതിൻ്റെ ഈ ഒരു ആമില്ലേ, ഇത് കുറച്ചും കൂടി വലിയതായിട്ട് കിട്ടും നമുക്ക്. അതിന് കുറച്ചും കൂടി പ്രൈസ് കൂടും. 1483 അങ്ങാണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ ഞാൻ മേടിച്ചത് ഇത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ സൈസൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 899 ആണ് ഇപ്പം കറൻറ്റ് പ്രൈസ്. പക്ഷേ ഇത് മേടിക്കുകയാണെങ്കിൽ 100% വർത്ത് ആണ് കേട്ടോ. ഞാനത് ഉറപ്പ് പറയാം. എനിക്ക് 100% വർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് മേടിക്കാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെൽഫി സ്റ്റിക്കും ട്രൈപോഡ്. സെൽഫി സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല, ട്രൈപോഡ് തന്നെയാണ് കേട്ടോ. ഇത് ടൈഗോട്ടിൻ്റെ ആണ്. ടൈഗോട്ട് T11 ഫ്ലെക്സിബിൾ ഗൊറില്ല പോഡ് ട്രൈപോഡ് വിത്ത് 360 റൊട്ടേറ്റിംഗ് ബോൾ ഹെഡ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ട്രൈപോഡ്. ബിക്കോസ് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവൽ വരെ എത്തിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വരെ എത്തിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ ഈ ലെഗ്സ് കണ്ടില്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ വിൻഡോയിലൊക്കെ ഫിക്സ് ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ഉണ്ടാവും അതിൻ്റെ കാല്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്നോളും. നമ്മൾ എവിടെ ഫിക്സ് ചെയ്യുന്നത് അവിടെ തന്നെ ഇരുന്നോളൂ. എനിക്കിത് പ്രത്യേകിച്ച് യൂസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ അല്ലാത്ത കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആണ് ഈ സംഭവം. പിന്നെ ടേബിളിൽ ഇപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തത് ഈ ഒരു ട്രൈപോഡിലായിരുന്നു. ഇപ്പോൾ ഇതുവരെ തൊട്ട് മുമ്പ് വരെ ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേറെ എവിടെയോ ഫിക്സ് ചെയ്തിട്ടാണ് ഇപ്പം ഇത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതും ഒരു മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ലൈറ്റ് വെയിറ്റ്, അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. പിന്നെ മാത്രമല്ല കുക്കിങ്ങിനും നല്ലതാണ്. കുട്ടി കുട്ടി കാര്യങ്ങൾ, കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ലതാട്ടോ. ഇത് ഒരു മസ്റ്റാണ്. ഇതും ഈ ഒരു ട്രൈപോഡും മസ്റ്റാണ്. പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഡ്രോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് രണ്ടും സംഭവങ്ങൾ യൂസ് ചെയ്യാം. പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നോ? അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 397 റുപ്പീസ് ആണ് കേട്ടോ. ആ ഒരു റേഞ്ചിന് ഇത് വർത്താണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വർത്താണ്. മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നൊരു 1.5 ഇയർ തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല ഭയങ്കര റഫ് ആണ്. ഞാൻ ശരിക്കും റഫ് യൂസിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്. മസ്റ്റ് ബൈ ആണേ. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്നതിൽ വെച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഗിംബലാണ് സംഭവം. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്കിത് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചതാണെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ അധികം വാങ്ങിക്കില്ല. വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു 10 തവണയെങ്കിലും ആലോചിക്കും. സോ ഈ ഒരു ഗിംബൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്.
ഇത് DJI Osmo Mobile SE Intelligent Gimbal 3-axis ഫോൺ ഗിംബൽ പോർട്ടബിൾ ആൻഡ് ഫോൾഡബിൾ. ഇത് ഫോൾഡബിൾ ആണ് കേട്ടോ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി നല്ലതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ചെറുതായതുകൊണ്ട് തന്നെ, അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പം വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്, പുറത്തൊക്കെ പോകാറുണ്ട്, പുറത്തത്തെ വീഡിയോസൊക്കെ എടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഗിംബലിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പറയുകയാണ്, നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പം ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ട്രൈപോഡ് ഇങ്ങനെ തുറന്നിട്ട് ഇത് വെക്കാവുന്ന, എവിടെയെങ്കിലും സ്റ്റാൻഡായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ആവും. നമ്മളുടെ വീഡിയോസ് കറക്റ്റായിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടൊക്കെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഹെൽപ്പോട് കൂടി അതിങ്ങനെ നിൽക്കും, അപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,990 ആണ് കേട്ടോ, 9,000 എന്ന് പറയാം. കുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നിങ്ങൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം. പിന്നെ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ല ക്യാരി ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹെവി അല്ല, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ടാവും, എന്നാലും ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് പറഞ്ഞേക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 11 ആണ്. പിന്നെ ഞാൻ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്തത് ഐഫോൺ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് iPhone 11 കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എനിക്ക് ഐഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെമ്മറി ആയിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ മെമ്മറി ഭയങ്കര കുറവാണ്, 50 GB ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യണം, ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്, കാരണം അത്രയും മെമ്മറി കുറവാണ് ഈ ഒരു ഫോണിന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം എനിക്ക് സോൾവ് ചെയ്തത് ഈ സംഭവമാണ് കേട്ടോ. ഈ ഒരു പെൻഡ്രൈവാണ്. ഇതെനിക്ക് ജിജോട്ടൻ വാങ്ങിച്ചു തന്നതാണ്, ഞാൻ വാങ്ങിച്ചതല്ല, ജിജോട്ടൻ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ പറയാം. ഇത് 64 GB പെൻഡ്രൈവാണ്. ഇത് വെരിലക്സ് എന്ന് ഞാൻ തോന്നുന്നു, എനിക്കറിയില്ല. വെരിലക്സ് ഫ്ലാഷ് ഡ്രൈവ് 64 GB 4-in-1 പെൻഡ്രൈവ്, അതാണ് സംഭവം. പൊതുവേ ഇങ്ങനെ ഐഫോണിന് പറ്റുന്ന പെൻഡ്രൈവ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ജിജോട്ടിന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ വേറെ എന്തോ ഐറ്റം മേടിച്ചത്, അതങ്ങനെ യൂസ്ഫുൾ ആയില്ല. ഇത് സംഭവം ഐഫോണിനാവട്ടെ, നമ്മുടെ നോർമൽ ഫോണില്ലേ, ടൈപ്പ് സി ഫോൺ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻഡ്രൈവാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചാൽ പിന്നെയാണ് എനിക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, അത്രയും യൂസ്ഫുൾ ആണ്. ബിക്കോസ് നമ്മൾ നേരെ ഇത് ഐഫോണിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് ഇതിനൊരു ആപ്പ് ഉണ്ട്, ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽസ് ആയിരുന്നുണ്ടാവും. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇതിലിരിക്കുന്ന ഫയൽസ് മൊത്തം നമ്മുടെ ഫോണിലിരിക്കുന്ന ഫയൽസ് മൊത്തം ഈ ഒരു പെൻഡ്രൈവിൻ്റെ ആപ്പിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് വീണ്ടും ഇത് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അത് പെട്ടെന്നാവുകയും ചെയ്യും. നമ്മളിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് അടുത്ത് പോയിട്ട് സെർച്ച് ചെയ്ത് കോംപ്ലിക്കേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നമ്മളിത് ഫിറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ആവശ്യമുള്ളപ്പം വീണ്ടും ആപ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 1379 ആണ് ഇപ്പം. അന്ന് എനിക്കറിയില്ല, അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, എക്സാക്ട് ഓർമ്മയില്ല. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1379 ആണ്. എന്നാൽ ഇതൊന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നില്ല, ഐഫോൺ മാത്രമാണ് എഡിറ്റിങ്ങിനും ഷൂട്ടിങ്ങിനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാം കേട്ടോ. ഒന്നും തിങ്ക് ചെയ്യേണ്ട, ഇത് വാങ്ങിക്കാം, അത്രയും യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ വീഡിയോസൊക്കെ ലാപ്ടോപ്പിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഐഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ട്രാൻസ്ഫർ ആവും, പിന്നെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആവും. അത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ ലാപ്ടോപ്പിൻ്റെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയില്ലേ. പിന്നെ മാത്രമല്ല, എനിക്ക് വീഡിയോ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഇതുവരെയായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം ഫോണിൽ തന്നെയാണ്. എനിക്ക് എപ്പോൾ സമയം കിട്ടുമോ അന്നേരമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. എപ്പോൾ സമയം കിട്ടും അന്നേരം ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഐഫോണിൽ എഡിറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെൻഡ്രൈവാണ് ഇത്. അതുകൊണ്ട് തന്നെ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്.
വിതൗട്ട് എനി സെക്കൻഡ് തോട്ട് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പം ഏത് ഫോണിൽ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫോണിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് വന്നിട്ട് ഇൻഷോട്ട് ആപ്പിലാണ് കേട്ടോ. ഇൻഷോട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. മുമ്പ് കൈൻ മാസ്റ്ററിലായിരുന്നു, ഇപ്പം ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ലാപ്ടോപ്പിലേക്ക് ഞാൻ മാറ്റാത്തതിൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ. എനിക്കങ്ങനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ അവിടെ ഇരുന്ന് അത് ഓൺ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള അത്രയും സമയമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ അതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നത് നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ഈ ഐഫോണിൽ തന്നെയാണ്. ഐഫോണിൽ ഇൻഷോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് അതിൻ്റെ എഡിറ്റിംഗ് സംഭവങ്ങൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അതുകൂടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് മൈക്ക് ഏതൊക്കെയാണ് യൂസ് ചെയ്തെന്ന് ഞാൻ പറയാം. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നോർമൽ ഫോണായിരുന്നു കേട്ടോ. ഐഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ ഏതോ ഒരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചൊരു മൈക്കാണ് ഇത് ബോയാടെ ആണ്. ഒരു മിനിറ്റ്, ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യാണ്. ഞാനിവിടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, മറന്നുപോയിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ബോയാടെ മൈക്കാണ്. ബോയ ബൈ M1 3.5mm ഇലക്ട്രിക് കണ്ടൻസർ മൈക്രോഫോൺ. എൻ്റെ പൊന്നോ, അതാണിത്. ഓക്കെ, അതാണ് സംഭവം. ഇതുണ്ടല്ലോ, നല്ല യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നല്ല ക്വാളിറ്റി ആയിരുന്നു ഈ മൈക്കിന്. ഇപ്പോൾ എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊരു ബിഗിനിങ്ങിൽ ഞാൻ യൂസ് ചെയ്തത്, അത്രേ ഉള്ളൂ. കുറേ ആയി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. പക്ഷേ അത് കളഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. ഐഫോണിന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഐഫോണിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കളഞ്ഞിട്ടില്ല. കളയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റം അല്ലേ, കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 745 ആണ്. താല്പര്യമുള്ളവർ, അതായത് ഐഫോൺ അല്ല യൂസ് ചെയ്യുന്നത്, ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു മൈക്കാണ്. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതേപോലെ ഭയങ്കര ലോങ് വയറാണ് ഇതിൻ്റെ സംഭവം. എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മൈക്ക് ഞാൻ കാണിച്ചു തരാം. ഐഫോണിന് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കാണ് ഇത്. ഗ്രീൻ എറോൻ്റെ ഈ മൈക്കാണ് ഞാൻ ഐഫോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ് നോക്കുന്നതെങ്കിൽ, ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അത്രയ്ക്കും നല്ല മൈക്കാണ്, അത്രയ്ക്കും യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാം. അതായത് ഞാനിപ്പം ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ലേ, സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു റിസീവർ ഉണ്ട്. റിസീവർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. റിമൂവ് ചെയ്താൽ പിന്നെ എൻ്റെ വോയിസ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഞാനിവിടെ ഡോസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര എക്കോ അടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും, കാണുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനത്തെ ഒരു ബോക്സും ഇതുപോലത്തെ വയറും പിന്നെ അതേപോലെ തന്നെ ഐഫോണിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതും പിന്നെ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെയും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോസ്റ്റ്ലി മൈക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. മേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. പക്ഷെ അത്രയും അങ്ങോട്ട് എന്താ പറയുക, പൈസ അത്രയും ചിലവാക്കാൻ പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടിയിട്ട് ഈ മൈക്ക് യൂസ് ചെയ്യാം, ബോയാടെ. പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ മൈക്ക് യൂസ് ചെയ്യാം. ഇത് ഗ്രീൻ ആരോ J13 വയർലെസ് മൈക്രോഫോൺ. നോയ്സ് റിഡക്ഷൻ ഉണ്ട്, അത് ശരിയാണ്. കാരണം നമ്മളിപ്പം എത്ര സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നോയ്സ് കുറവായിരിക്കും കേട്ടോ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 2.5 ആണ്, 2500 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി ഐഫോണിലെ ഇൻബിൽഡ് വോയിസ് നല്ലതാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അത്യാവശ്യം ദൂരെ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു മൈക്ക് നല്ല യൂസ് ആയിരിക്കും കേട്ടോ. ഇതിന് റിസീവർ ഉണ്ട്, പിന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. ഇവിടെ ചാർജ് ചെയ്യാം. ഈ രണ്ട് ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഇവിടെ ഈ ഒരു മൈക്കും പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മൈക്കില്ലേ അതും കൂടി ഇവിടെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ അടച്ചിട്ട് ഇവിടെ ചാർജ് ചെയ്യാം. നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ നമ്മുടെ സാധാരണ ഫോൺ ചാർജ് ആയാലും മതി, പ്രത്യേകിച്ച് വേറെ ചാർജറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നോർമൽ ഫോണിൻ്റെ ഒക്കെ ചാർജർ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് റിംഗ് ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിംഗ് ലൈറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇവിടെ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഒരു കിച്ചണാണ് നമ്മുടെ. പക്ഷേ നല്ല ഇരുട്ടുള്ള സമയത്ത് നൈറ്റിലൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ റിംഗ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്.
എന്നാലും എനിക്ക് ആ റിംഗ് ലൈറ്റും ഈ ട്രൈപോഡും എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ സ്ഥലത്തിന്റെ കുറച്ചൊരു ബുദ്ധിമുട്ട്. സ്ഥലം ആവശ്യത്തിനുണ്ട്, പക്ഷെ എനിക്ക് ഇറിറ്റേറ്റ് ആവും. നമ്മൾ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കുന്ന സമയത്ത് ട്രൈപോഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇറിറ്റേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോസ് ആണല്ലോ കൂടുതൽ ഇടുന്നത്, പ്രത്യേകിച്ച് ലഞ്ച് ബോക്സ് വീഡിയോസ്. അപ്പം സമയമില്ലാ സമയത്തല്ല ഈ ലഞ്ച് ബോക്സിന്റെ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഐറ്റംസ് എൻ്റെ മുന്നിലുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാറില്ലേ. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് ഇത് പിന്നെ മോക്ക് വേണ്ടി മേടിച്ച സാധനമാണ്. മോക്ക് വേണ്ടി മേടിച്ച ടേബിൾ ലാമ്പാണ് കേട്ടോ ഇത്. അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ടേബിൾ ലാമ്പാണ് ഇത്. ഫസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഫസ്റ്റ് ലൈക്ക് റീചാർജബിൾ LED ലൈറ്റ് ആണ്. ഇതാ ഇവിടെ ഇതാണ് സംഭവം. ഇവിടെ ഓൺ ആവുന്നില്ലേ? ഓണായി. ഓക്കെ, ഇത് ഇതാ ഇങ്ങനെ 3 ലൈറ്റ് ഉണ്ട്. അത്യാവശ്യം ഡിമ്മായിട്ടും പിന്നെ കുറച്ചും കൂടി ലൈറ്റ്, കുറച്ചും കൂടി ബ്രൈറ്റ്നസ്. ഇതിനെക്കാട്ടും ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇപ്പം ഞാൻ ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രൈറ്റ് അല്ലാത്തത്. പിന്നെ ഇവിടെ ഇത് പിന്നെ ഷോയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് എന്തിനാ യൂസ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ വെക്കും. ഇങ്ങനെ അത്യാവശ്യം നല്ല ലൈറ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും റിംഗ് ലൈറ്റ് വേണ്ടാന്ന് വിചാരിച്ചു. റിംഗ് ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. റിംഗ് ലൈറ്റ് താല്പര്യമുള്ളവർക്ക് മേടിക്കാം. എനിക്കിത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതൊരു ടേബിൾ ലാമ്പ് ആണെങ്കിലും എനിക്കിതിൻ്റെ ലൈറ്റ് നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ എത്രത്തോളം വെളിച്ചമുണ്ടെന്ന് കണ്ടില്ലേ? ഇതിനെക്കാളും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇപ്പം ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കുറവ്. ഇത് സംഭവം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് ഫസ്റ്റ് ലൈക്ക് റീചാർജബിൾ LED ടച്ച് ഓൺ ആൻഡ് ഓഫ് സ്റ്റഡി ടേബിൾ ലാമ്പ് എന്നാണ് പേര്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 610 റുപ്പീസ് ആണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ 610 റുപ്പീസ് ആണ്. വർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യമായിട്ടും വർത്താണ്. എനിക്കറിയില്ല, എനിക്ക് ഈ ലാമ്പ് വർത്താണ്. റിംഗ് ലൈറ്റിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല വർത്താന്ന് തോന്നിയിട്ടുണ്ട്. റിംഗ് ലൈറ്റ് ഞാൻ എന്തെങ്കിലും ഫ്യൂച്ചറിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താണെന്നറിയാം മെയിനായിട്ട് റിംഗ് ലൈറ്റ് വാങ്ങിക്കാത്തത്, റിംഗ് ലൈറ്റ് മേടിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി നോക്കി മേടിക്കണം. അതിന് അത്യാവശ്യം പൈസയുണ്ട്. കാരണം ചെറുതൊക്കെ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നശിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിനത്ര വലിയ ആ ഒരു ലൈറ്റ് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര ഡിം ലൈറ്റ് ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫ്യൂച്ചറിൽ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ആകുമ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള റിംഗ് ലൈറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ കണ്ടല്ലോ ഞാൻ ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത് ഞാൻ ഇന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം. അപ്പോൾ ഇപ്പം ആരും ഇല്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. എടുത്താലും അങ്ങനെ നീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാവില്ല വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഒരു ദിവസം എന്തെങ്കിലും ജിജുവേട്ടൻ വീട്ടിലുള്ള ദിവസം ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഞാൻ പറഞ്ഞു, പക്ഷേ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അതും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം. കാരണം ഒരുപാട് പേർക്ക് എഡിറ്റിംഗ് ആപ്പ് അറിയാം, പക്ഷെ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനും അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷെ ഞാൻ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല, പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഐറ്റം ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, വിത്ത് ലിങ്ക്. താല്പര്യമുള്ളവർ വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസും പേരും, ഈ ഐറ്റത്തിൻ്റെ പേരും പ്രൈസും ഒക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം അവിടെ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നെയിം മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഹാപ്പിയാന്ന് തോന്നിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേറെ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.